നമസ്കാരം, പ്രിയ SK മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ വ്യാഴ മാറ്റത്താൽ പ്രതികൂലമായി ബാധിക്കുന്ന ചില രാശികളെ കുറിച്ചാണ് പറയുന്നത്. ഈ വ്യാഴമാറ്റം മെയ് 1 വ്യാഴ ഭഗവാൻ അല്ലെങ്കിൽ ഗുരു ഭഗവാൻ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് മാറുകയാണ്. ഈ മാറ്റത്താൽ ചില രാശികൾക്ക് സകലവിധ നന്മകളും സൗഭാഗ്യങ്ങളും വന്നു ചേരുകയും മറ്റു ചില രാശികളെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം. അത്തരത്തിൽ പ്രതികൂലമായി ബാധിക്കുന്ന ചില രാശികളെ കുറിച്ചാണ് പറയുന്നത്. ആ രാശികൾ ഗുരു ഭഗവാനെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അർച്ചനകൾ പൂജകൾ ചെയ്തു വന്നാൽ ദോഷഫലങ്ങൾ മാറുന്നതാണ്. ഗുരു പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ, അർച്ചനകൾ, പ്രാർത്ഥനകൾ, ഗുരുവിൻ്റെ കീർത്തനങ്ങൾ ആലപിക്കുന്നതും അതുപോലെ ഗുരു ഗായത്രി ജപിക്കുന്നതും വളരെ നല്ലതാണ്. ദോഷഫലങ്ങൾ മാറുന്നതാണ്. അവർക്കും സൽഫലങ്ങൾ ലഭിക്കുന്നതാണ്. പ്രധാനമായി ഗുരു ഏതൊക്കെ സ്ഥാനങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ രാശികൾക്ക് അനുകൂലമായി വരും എന്ന് ഇതിനെക്കുറിച്ച് നോക്കാം. ഗുരു ഒരു രാശിയിലൂടെ 2, 5, 7, 9, 11 എന്നീ സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ എന്നീ രാശികളിൽ ഗുരു പ്രവേശിക്കുന്ന സമയത്ത് ആ രാശികൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഗുരുവിൻ്റെ എല്ലാവിധ കൃപാകടാക്ഷങ്ങളും ലഭിക്കുന്നു. ഈ രാശികൾക്ക് ആ വ്യാഴമാറ്റത്താൽ ഗുരു ഭഗവാന്റെ സകലവിധ അനുഗ്രഹങ്ങളും ലഭിക്കുകയും ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ സകലവിധ സൗഭാഗ്യങ്ങളും കൈവരിക്കുവാൻ സാധിക്കുകയാണ്. ഇനി ഗുരു ഏതൊക്കെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ചില രാശികൾക്ക് പ്രതികൂലമായി ബാധിക്കുന്നു, ആ രാശികളെക്കുറിച്ച് പറയാം. പ്രധാനമായിട്ട് ഗുരു ഭഗവാൻ ജന്മത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ 3, 4, 6, 8, 10, 12 എന്നീ സ്ഥാനങ്ങളിൽ ഗുരു ഭഗവാൻ പ്രവേശിക്കുന്ന സമയത്ത് ചില രാശികളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ഈ സ്ഥാനങ്ങളിൽ ഗുരു പ്രവേശിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ രാശികൾ അതിന് പരിഹാരാർത്ഥം ഗുരുവിൻ്റെ പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ, പ്രാർത്ഥനകൾ, വഴിപാടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ദോഷഫലങ്ങൾ മാറുകയും അവർക്ക് സൽഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടി ഗുരു പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലത്. ആ രീതിയിൽ ഗുരു ജന്മത്തിൽ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ്. ഇടവം രാശി വ്യാഴാഴ്ച തോറും ഗുരുവിന് പ്രത്യേക പൂജകൾ, അർച്ചനകൾ, പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. ഗുരു ഭഗവാന് മഞ്ഞ പട്ടുവസ്ത്രം സമർപ്പിക്കുകയും ഗുരു ഗായത്രി മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഗുരു ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇടവം രാശിക്കാർ ഗുരു ഭഗവാന് നവഗ്രഹമുള്ള ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഗുരു ദക്ഷിണാമൂർത്തി സ്വാമിയെ വണങ്ങുന്നത്, ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത രാശി ഗുരു 3 പ്രവേശിച്ചിരിക്കുന്ന രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ്. മീനം രാശിയുടെ രാശിനാഥനാണ് ഗുരു ഭഗവാൻ എന്ന് വരികിലും അവർക്ക് കൂടുതലായിട്ടുള്ള
ചില ദോഷങ്ങൾ വരില്ല എന്ന് വരികിലും കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. കുടുംബ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് ഗുരു 3-ൽ വരുമ്പോൾ. അതുകൊണ്ട് മീനം രാശിക്കാർ പ്രത്യേകമായിട്ടുള്ള ഗുരുപ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത 3-ാമത്തെ രാശി എന്ന് പറയുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയുടെ 4-ൽ ഗുരു പ്രവേശിച്ചിരിക്കുന്നതുകൊണ്ട് കുംഭം രാശിക്കാർ ഗുരു പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇവർക്ക് ചില സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റം, ജോലി ചെയ്യുന്നിടത്തോ സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം എന്നിവ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുംഭം രാശിക്കാർ ഗുരു പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത പ്രധാനമായിട്ട് ഗുരു പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ പ്രാർത്ഥനകൾ ചെയ്ത് പരിഹാരം തേടേണ്ട രാശി എന്ന് പറയുന്നത് ധനു രാശിയാണ്. ധനു രാശിയുടെ 6-ൽ ഗുരു പ്രവേശിച്ചിരിക്കുകയാണ്. 6-ൽ ഗുരു പ്രവേശിക്കുന്ന സമയത്ത് പ്രധാനമായി ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, സുഖക്കുറവ് എന്നിവ അനുഭവപ്പെടാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ധനു രാശിക്കാർ പ്രത്യേക പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വ്യാഴാഴ്ച തോറും ഗുരു ദക്ഷിണാമൂർത്തിയെ വണങ്ങുന്നത് വളരെ നല്ലതാണ്. നവഗ്രഹം ഉള്ള ക്ഷേത്രത്തിന് വേഴഭഗവാന് പ്രത്യേക അർച്ചനകൾ പൂജകൾ ചെയ്യുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മഞ്ഞ വസ്ത്രം സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ദോഷഫലങ്ങൾ മാറിക്കിട്ടും. അടുത്ത രാശി തുലാം രാശിയാണ്. തുലാം രാശിയുടെ 8-ലാണ് ഗുരു പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തുലാം രാശിക്കാർ പ്രധാനമായി ഗുരു പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് നല്ലതാണ്. പ്രധാനമായി 8-ൽ പ്രവേശിക്കുന്ന സമയത്ത് പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പലതരത്തിലുള്ള കഷ്ടതകൾ, ഇതിൽ നിന്നും മുക്തി നേടണമെങ്കിൽ ഗുരുവിന് പ്രത്യേക പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അടുത്ത രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയുടെ 10-ൽ ഗുരു പ്രവേശിച്ചതുകൊണ്ട് ചിലർക്ക് പദവി മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ തൊഴിലിൽ പല മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചിലർക്ക് ധനനഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ഗുരു പ്രീതികരങ്ങളായിട്ടുള്ള പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുകയും വ്യാഴാഴ്ച തോറും ഗുരു ദക്ഷിണാമൂർത്തിയെ വണങ്ങുകയും ഗുരു ദക്ഷിണാമൂർത്തിക്ക് പ്രത്യേക പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യുകയും വ്യാഴാഴ്ച തോറും നവഗ്രഹം ഉള്ള ക്ഷേത്രത്തിൽ വ്യാഴഭഗവാന് പ്രത്യേക അർച്ചനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നവഗ്രഹം ഉള്ള ക്ഷേത്രത്തെ ചുറ്റി പ്രദർശനം ചെയ്ത് ഗുരുവിന് പ്രത്യേക പൂജകൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതാണ്. അടുത്ത രാശി മിഥുനം രാശിയാണ്. മിഥുനം രാശിയുടെ 12-ലാണ് ഗുരു പ്രവേശിക്കുന്നത്. ഗുരു 12-ൽ പ്രവേശിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഈ രാശിക്കാർക്ക് പലതരത്തിലുള്ള ധനനഷ്ടം വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ അലച്ചിൽ, പല വിധത്തിലുള്ള കഷ്ടതകൾ, യാതനകളൊക്കെ സഹിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഗുരു 12-ൽ പ്രവേശിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യുവാൻ വേണ്ടി ഗുരു ദക്ഷിണാമൂർത്തിക്ക് വ്യാഴാഴ്ച തോറും
പ്രത്യേക പൂജകൾ അർച്ചനകൾ ചെയ്ത് ഗുരുവിനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഈ രാശികൾ പ്രതികൂലമായി ബാധിക്കുന്ന രാശികൾ പ്രധാനമായിട്ട് ഈ മേൽപ്പറഞ്ഞ പൂജകൾ പ്രാർത്ഥനകൾ ചെയ്ത് ഗുരു ദക്ഷിണാമൂർത്തിയെ പ്രീതിപ്പെടുത്തുക. നിങ്ങൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഏവർക്കും നന്ദി, നമസ്കാരം.